നമസ്കാരം സുഹൃത്തുക്കളെ. കൂട്ടായിലെ കൊലപാതകം ചെയ്ത സഹോദരിൻ്റെ പ്രതിനെ ഭർത്താവിനെ പിടിച്ച് ഇന്നലെ പിടിച്ച് അതുപോലെ തെളിവെടുപ്പിന് ആ പരിസരത്ത് കൊടുന്ന അതിൻ്റെ ഒരു ദൃശ്യമാണ് മാന്യപ്രേക്ഷകർക്ക് ഞാൻ കാണിച്ചു തരുന്നത്. പരിസരവാസികൾ അവനെ തല്ലാനൊക്കെ പോണ്, അത് സ്വാഭാവികമായി ഉണ്ടാവും, തല്ലും, ഞാനായിരുന്നു തല്ലും. പക്ഷേ പരിസരവാസികളെ ഈ പ്രശ്നം കുറേ മുമ്പ് അവിടെ നിലനിൽക്കുന്നു. ആ സഹോദരനെ പീഡിപ്പിക്കുന്ന പരി കള്ളം കുടിച്ചും കഞ്ചാവ് വലിച്ചും MDMA ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഇടപെട്ടതാണെങ്കിൽ ഈ മർഡർ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അയൽവാസികളൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ വിഷയമാണ് ഈ കാണുന്നത്. അതുപോലെ നമ്മളെ കേരളത്തിൽ ഒറ്റപ്പെട്ട വിഷയങ്ങൾ പല ഭാഗത്തും നടക്കുന്നു. അയൽവാസികളും പരിസരവാസികളും ബന്ധുക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇവൻ 24 hours ലഹരിയാണെന്നുള്ള ഇന്നലെ ആ ബസ്സിൽ നിന്ന് പിടിച്ച ദൃശ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ആ ഡോറ് ക്ലോസ് ചെയ്ത് പ്രതി ഇവിടെ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബോധമില്ലാതാണ് ആ പിടിക്കുന്ന രംഗം നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ ഇവനെ കൊണ്ടും ഈ ലോകത്ത് തമ്മാടിത്തരം കൊലപാതകം ചെയ്യുന്നത് മെയിനായിട്ട് ലഹരിയാണ്. ഇതുപോലെ കേരളത്തിൽ ലഹരി ഉപയോഗിച്ച് ഭാര്യനും കുട്ടികളും തല്ലുന്ന ഒരുപാട് ആൾക്കാർ. നിങ്ങൾക്കൊരു മാതൃകയാണത്. ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഗതികേട്